Hello, good morning. Welcome to Blue Barrels Research channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ഡെഫിനിഷനാണ് പ്രഡിക്റ്റീവ് അനാലിറ്റിക്സ്. ഓക്കെ, പ്രഡിക്റ്റീവ് അനാലിറ്റിക്സിൻ്റെ ഡെഫിനിഷൻ മലയാളത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്ലൂ ബാരൽസ് റിസർച്ചിൻ്റെ ഇൻസ്റ്റ ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെയും ഒരുപാട് ആക്ഷൻസ് നടക്കുന്നുണ്ട്. ബ്ലൂ ബാരൽസ് റിസർച്ചിൻ്റെ ഇൻസ്റ്റ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും സമയം കളയാണ്ട് വേഗം തന്നെ പ്രഡിക്റ്റീവ് അനാലിറ്റിക്സിൻ്റെ ഡെഫിനിഷൻ ഒന്ന് മലയാളത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സോഴ്സ് ഇത് എടുത്തിരിക്കുന്നത് ഗൂഗിൾ ക്ലൗഡിൻ്റെ ഡെഫിനിഷനാണ്. ഗൂഗിൾ കമ്പനിയുടെ തന്നെയാണ്. ഒരുപാട് ഡെഫിനിഷൻസും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ നോക്കാം. എല്ലാം കൂടെ ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഉള്ളതിൽ വെച്ച് ഒരു നല്ല ഡെഫിനിഷനാണിത്. ഗൂഗിൾ ക്ലൗഡിൻ്റെ cloud.google.com നെറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പ്രഡിക്റ്റീവ് അനാലിറ്റിക്സിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം ലെറ്റ് മീ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് യൂസിങ് ഡേറ്റ ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഔട്ട്കംസ്. The process uses data analysis, machine learning, artificial intelligence, and statistical models to find patterns that might predict future behavior. Organizations can use historic and current data to forecast trends and behaviors seconds, days, or years into the future with a great deal of precision. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് വേർഡ് ബൈ വേർഡ് ആയിട്ട് നമുക്ക് മലയാളത്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈസിയാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കിയുള്ളൂ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ്, ഇതൊരു പ്രിഡിക്റ്റീവ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത് പേരിൽ തന്നെയുണ്ട്. പ്രഡിക്ഷൻ. നമ്മൾ ഈ അനാലിറ്റിക്സിലൂടെ, ഈ അനാലിസിസിലൂടെ നമ്മൾ പ്രവചിക്കാൻ ശ്രമിക്കുകയാണ്, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ്, ഇതൊരു പ്രക്രിയയാണ്. ഓഫ് യൂസിങ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ എന്ന് തൽക്കാലം നമുക്ക് മനസ്സിലാക്കാം. ഇൻഫർമേഷൻസ് ആവശ്യമാണല്ലോ. വിവരം അത് വളരെ ആവശ്യമാണ്. നമ്മൾ കണ്ണും പൂട്ടിയല്ല സ്ഥാപനങ്ങളിൽ ഡിസിഷൻ എടുക്കേണ്ടത്. എവിടെയാണെങ്കിലും, സ്ഥാപനമാണെങ്കിലും വീടാണെങ്കിലും അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻസ് വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ വെച്ചിട്ട്, ഈ ഇൻഫർമേഷൻ, ഈ അറിവ്, വിവരം വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ ഔട്ട്കംസ്, ആദ്യത്തെ ലൈൻ ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവചിക്കാൻ ശ്രമിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ലൈൻ നോക്കുക. ദ പ്രോസസ് യൂസസ്, ഈ ഒരു പ്രവചനത്തിൻ്റെ ഈ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അത് നമ്മൾ മാനുവലായിട്ട് ചെയ്യാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ പറയുന്ന ഡേറ്റ, ഓക്കെ, അത് ഒരുപാട് ടൺ കണക്കിനുണ്ടായിരിക്കും. അത് 1, 2, 10, 14 അങ്ങനെയല്ല. ഒരുപാട് ഡേറ്റ, ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡേറ്റ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പഴയ കാലത്തായിരുന്നു രജിസ്റ്ററിലൊക്കെ എഴുതി വെക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഒരുപാട് ഡേറ്റ ഉള്ള കാരണം നമുക്ക് കമ്പ്യൂട്ടറിലേ അത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് പ്രവചിക്കണമെങ്കിൽ നമുക്ക് ഈ പ്രക്രിയകൾ വേണം. രണ്ടാമത്തെ ലൈൻ നോക്കുക. ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റയെ നമുക്ക് അനലൈസ് ചെയ്യണം, നമുക്ക് പഠിക്കണം ആഴത്തിൽ. ഓക്കെ, പിന്നെ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം അത് വേറൊരു സംഭവമാണ്. ആക്ച്വലി വേറൊരു ഡെഫിനിഷൻ തന്നെ വേണം അതിന്. പക്ഷേ തൽക്കാലം നമുക്ക് ഇത്രയും മനസ്സിലാക്കാം. മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന മെഷീൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനെ സ്വയം പഠിക്കുവാനായിട്ട് പ്രാപ്തരാക്കുന്നു, സജ്ജരാക്കുന്നു. അത് പ്രോഗ്രാമിങ്ങിലൂടെയും കോഡിങ്ങിലൂടെയാണ്. അതിനാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരുപാട് ഡേറ്റേനെ അത് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. ഇനി മൂന്നാമത്തെ കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗും ബന്ധപ്പെട്ട് കിടക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ മുമ്പേ പറഞ്ഞ പോലെ ചിന്തിപ്പിക്കാൻ, മനുഷ്യരെ പോലെ ചിന്തിക്കാനായിട്ട് സജ്ജരാക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതും പ്രോഗ്രാമിങ്ങിലൂടെയാണ് നടക്കുന്നത്. ദ കമ്പ്യൂട്ടേഴ്സ് മനുഷ്യരെ പോലെ ചിന്തിച്ച് ഡിസിഷൻ എടുക്കാനായിട്ടും മറ്റ് തീരുമാനങ്ങൾ എടുക്കാനായിട്ടും പ്രാപ്തരാകുന്നു. ഓക്കെ, പിന്നെ നമ്മൾ കണക്ക് യൂസ് ചെയ്യും, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യും. അത് നമ്മളല്ല യൂസ് ചെയ്യുന്നത്, ഈ കമ്പ്യൂട്ടേഴ്സ് തന്നെ ഉള്ളിൽ ഫീഡായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ്.
അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് വെച്ചുകൊണ്ട് പഴയ ഡേറ്റേനെ അനലൈസ് ചെയ്ത് പഠിച്ചിട്ട് ഫ്യൂച്ചർ ഒരുമാതിരി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ പ്രക്രിയയാണ് നമ്മൾ പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂച്ചർ ഔട്ട്കംസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് പാറ്റേൺസ് ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്, കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ ഒരുപാട് ഡേറ്റകളിൽ, പഴയ ഡേറ്റകളിൽ നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റത്തില്ല. വളരെ ആഴത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഈ ഡേറ്റാസ് തമ്മിൽ പരസ്പരം ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്പോർട്സ് അനാലിറ്റിക്സ് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം കളിക്കുന്ന ഒരു രീതിയുണ്ട്, അത് അദ്ദേഹത്തിന് മാത്രമായിട്ട് അനുയോജ്യമായിട്ടാണ് പോകുന്നത്. അതേപോലെ മെസ്സി കളിക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. വിരാട് കോഹ്ലി കളിക്കുന്ന ഒരു രീതിയുണ്ട്, പാറ്റേൺ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഴയ ഇവർ കളിക്കുന്ന ഫുട്ടേജൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവരുടെ എതിർകക്ഷിക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് ഇവർക്കെതിരെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ കമ്പനീസും പഴയ സെയിൽസ് ഡേറ്റ, പഴയ കസ്റ്റമർ ഡേറ്റ ഇതെല്ലാം വെച്ചുകൊണ്ട് ഭാവിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പഴയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത ലൈൻ ശ്രദ്ധിക്കുക, ഓർഗനൈസേഷൻസ് ക്യാൻ യൂസ് ഹിസ്റ്റോറിക്, പഴയ ഡേറ്റയാണ് നമ്മൾ ഹിസ്റ്റോറിക് ഡേറ്റ എന്ന് പറയുന്നത്. പിന്നെ ആൻഡ് കറണ്ട് ഡേറ്റ, ഇതല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് ഭാവിയിലെ കാര്യങ്ങൾ സ്ഥാപനങ്ങളിൽ പ്രവചിക്കുന്നത് പഴയ ഡേറ്റയും ഇപ്പോഴത്തെ ഡേറ്റയും അനലൈസ് ചെയ്ത് പഠിച്ച് പാറ്റേൺസ് മനസ്സിലാക്കി, പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില റിലേഷൻസ് ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ഫ്യൂച്ചർ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അതാണ് ടു ഫോർകാസ്റ്റ് ട്രെൻഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. ഇപ്പോൾ ഒരു എന്താണ് ആ ഒരു ലൈൻ നോക്കിക്കഴിയുമ്പോൾ സെക്കൻഡ്സ്, ഡേയ്സ് ഓർ ഇയേഴ്സ് എന്നൊക്കെ, അതായത് ചിലപ്പം ഭാവിയിൽ 5 സെക്കൻഡ് കഴിഞ്ഞത്തെ ഡേറ്റ, അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞത്തെ ഡേറ്റ, അല്ലെങ്കിൽ ഒരു 5 വർഷം 10 വർഷം കഴിഞ്ഞത്തെ ഡേറ്റ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിലെ കാര്യം ഏകദേശം നമുക്ക് ഒരു പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഷാർപ്നെസ്, ഒരു കറക്റ്റ്നെസ്, അക്യൂറസി, ചെറിയ അക്യൂറസിയൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, 100% കിട്ടിയില്ലെങ്കിലും അപ്രോക്സിമേഷൻ നമുക്ക് നേടിയെടുക്കാൻ. ഇനി ഒരു വലിയ ചോദ്യം, എന്തിനാണ് ഈ ഫ്യൂച്ചർ ഡേറ്റ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ഇപ്പോഴേ തീരുമാനമെടുക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് ഭാവിയിൽ വരുമ്പോൾ ആ സമയത്ത് കിടന്നോടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ സജ്ജരാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് സമയം ലാഭിക്കാം. സമയം ലാഭിച്ചു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാം, ക്യാഷ് ഉണ്ടാക്കാം. അതാണല്ലോ ഓരോ ഓർഗനൈസേഷനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കുകയാണ്, അതായത് ഭാവിയിൽ കസ്റ്റമേഴ്സിൻ്റെ ഭക്ഷണം കഴിക്കുന്ന രീതി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സിങ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും, ഭാവിയിൽ കസ്റ്റമേഴ്സ് ഓടിക്കുന്ന ഇഷ്ടപ്പെടുന്ന വണ്ടിയുടെ രീതിയൊക്കെ എങ്ങനെയായിരിക്കും, അതൊക്കെ നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴേ കാര്യങ്ങൾ നീക്കി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി വീഡിയോ ഒരുപാട് ലെന്തിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സിൻ്റെ ചെറിയ ഒരു ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തുക. ബൈ ഗൈസ്, ടേക്ക് കെയർ.